മധുര വടക്കായാലും മേലൂരായാലും തിരുപ്പരംകുன்றമായാലും ഓരോ മണ്ഡലത്തിലും മത്സരിക്കുന്നത് നിങ്ങളുടെ വിജയാണ്. നിങ്ങളുടെ വോട്ട് എനിക്കു വേണ്ടിയാണ്. ഈ വാക്കുകൾ അക്ഷരം പ്രതി നെഞ്ചിലേറ്റിയ തമിഴ്മക്കൾ വോട്ടെടുപ്പ് ദിനത്തിൽ പോളിംഗ് ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തി പാർട്ടിയുടെ വിസിൽ ചിഹ്നത്തിൽ ആഞ്ഞുകുത്തി. വൻകിട പാർട്ടികളുടെ പണമൊഴുക്കിനെ പ്രതിരോധിച്ച് ഒരു ചരിത്ര മുന്നേറ്റമാണ് തമിഴ് ജനത ജോസഫ് വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും സമ്മാനിച്ചത്. വോട്ടിനായി പണമിറക്കാനില്ലാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായ ടി.വി.കെ സ്ഥാനാർത്ഥികളാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. വിജയിച്ച ശേഷം ഈ ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് എന്താണ് തിരിച്ചു നൽകുന്നത് എന്ന ചോദ്യത്തിന് തമിഴ്നാട്ടിലെ ഓരോ മണ്ഡലങ്ങളിൽ നിന്നും വരുന്ന വാർത്തകൾ തന്നെയാണ് മറുപടി. ഒരു സൂപ്പർഹിറ്റ് വിജയ് സിനിമയിലെ മാസ് രംഗങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ എംഎൽഎമാരുടെ പ്രവർത്തനങ്ങൾ. തങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയെന്ന് സാധാരണക്കാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കയ്യടി നേടുന്ന ഇടപെടലുകളാണ് ഇവർ നടത്തുന്നത്. മാലിന്യം ശേഖരിക്കുന്ന അമ്മമാർക്ക് കയ്യുറയോ മാസ്കോ പോലുമില്ലാതെ ജോലി ചെയ്യേണ്ടിവരുന്ന ഒരിടത്തേക്ക് അപ്രതീക്ഷിതമായി ഈ ടി.വി.കെ എം.എൽ.എ കടന്നു ചെല്ലുന്നു. ഉടനടി കരാറുകാരനെ ഫോണിൽ വിളിച്ച് കൃത്യമായ സുരക്ഷാ സാമഗ്രികൾ എത്തിക്കാത്ത പക്ഷം കരാർ റദ്ദാക്കുമെന്ന കർശന മുന്നറിയിപ്പ് നൽകുന്നു. ഈ ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ റീലുകളായി അതിവേഗം ജനങ്ങളിലേക്ക് പടരുകയാണ്. പാവപ്പെട്ടവർ താമസിക്കുന്ന ഇടങ്ങൾ നഗരത്തിലെ മാലിന്യക്കുപ്പകളായി മാറിയ കാഴ്ചകൾക്ക് ഇപ്പോൾ മാറ്റം വരികയാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മുൻപ് മൂക്കുപൊത്തി മാത്രം നടക്കാൻ കഴിഞ്ഞിരുന്ന പൊതുവിടങ്ങൾ ഇന്ന് വൃത്തിയായി സൂക്ഷിക്കപ്പെടുന്നു. ജനവാസ മേഖലകളിൽ ജനങ്ങൾക്ക് ദുരിതമായി മാറിയ മദ്യശാലകൾ പൂട്ടിച്ചതോടെ പ്രദേശത്തെ സ്ത്രീകൾ വലിയ ആശ്വാസത്തിലാണ്. ഇടിഞ്ഞുപൊളിഞ്ഞു വീഴാറായ പാവപ്പെട്ടവരുടെ വീടുകൾക്കുറപ്പുള്ള മേൽക്കൂരകൾ വരുന്നു. മദ്യശാലകളിൽ നിശ്ചിത വിലയേക്കാൾ കൂടുതൽ പണം ഈടാക്കുന്നുവെന്ന പരാതിയിൽ പോലും എംഎൽഎമാർ നേരിട്ടെത്തി കർശന നടപടി സ്വീകരിക്കുന്നു. വൻകിട പദ്ധതികളും വലിയ പാലങ്ങളും ബഹുനില മന്ദിരങ്ങളും കെട്ടിപ്പൊക്കുന്നതു മാത്രമല്ല വികസനമെന്നും സാധാരണക്കാരുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുന്നതാണ് യഥാർത്ഥ മാറ്റമെന്നും ഈ ടി.വി.കെ തെളിയിക്കുന്നു. ചിലപ്പോൾ ആയിരങ്ങൾ മാത്രം ചിലവഴിച്ചാൽ തീരാവുന്ന ചെറിയ പ്രശ്നങ്ങളായിരിക്കാം ഇവ. പക്ഷേ അത് സാധാരണക്കാരുടെ ജീവിതത്തിലും അവരുടെ കാഴ്ചപ്പാടിലും ഉണ്ടാക്കുന്ന മാറ്റം വളരെ വലുതാണ്. ഈ മാറ്റങ്ങൾ ഇപ്പോൾ തമിഴകത്ത് ചർച്ചാവിഷയമാണ്. ആരംഭശൂരത്വമായി ഒടുങ്ങാതെ ഇതേ ജനകീയ ശൈലിയിൽ തന്നെയാണ് ഈ ടി.വി.കെ മുന്നോട്ടു പോകുന്നതെങ്കിൽ വരും പതിറ്റാണ്ടുകളിൽ തമിഴ്നാടിന്റെ ഭരണകേന്ദ്രമായ സെന്റ് ജോർജ് കോട്ടയിൽ വിജയുടെ വെട്രിക്കൊടി പാറിക്കളിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.